കരങ്ങൾ വീശി ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി പാടാം. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന 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 കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, മഹത്വം സ്തുതി സ്തുതി കർത്താവേ, ആരാധന മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ അൾത്താരയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആരാധനയിലുടനീളം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വീകരിക്കുന്ന ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ വേദപുസ്തക സാരസംഗ്രഹങ്ങൾ നമ്മൾ കൂടെ അതിൽ സാക്ഷരത നേടിക്കഴിയുമ്പോൾ അതിൻ്റെ ആധ്യാത്മികമായ സാങ്കേതിക വിദ്യകളുണ്ട്. അതുകൂടി സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തണം.
എന്നാൽ മാത്രമേ നമ്മൾ ആ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ വളരത്തുള്ളൂ. ദൈവസമ്പർക്കം വളരെ ക്രിസ്തീയതയിൽ ദൈവസമ്പർക്കം വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ ഇപ്പം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ദൈവം നിന്നെ സഹായിക്കും. ക്രിസ്തീയതയിൽ ദൈവത്തിൻ്റെ പേര് സഹായകൻ എന്നാണ് ശരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിന് സഹായത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഏത് വിധേനയും നമ്മൾ അകപ്പെട്ടു പോയാൽ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് ഈ സഹായകൻ എന്നുള്ള കോൺസെപ്റ്റൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സഹായകൻ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജോലി എന്താണ്? നമ്മളെ സഹായിക്കുകയാണ്. നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദ്യം വരണത് ഈ സഹായകൻ്റെ കൗണ്ടറിലാണ് വരണത്. കർത്താവിൻ്റെ മൗലികമായ, ദൈവത്തിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഒന്നാണ് സഹായം. അമ്മയിലൂടെ പോലും നമുക്ക് കിട്ടുന്ന സഹായങ്ങളെ ദൈവത്തിൻ്റെ പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു പ്രത്യേക പ്രയാസത്തിൽ വീണ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. അത് ഇസ്രയേലിൻ്റെ ഒരു അനുഭവമാണ്. ഇസ്രയേലിന്, യഹൂദന്മാർക്ക്, അവരാണല്ലോ ഈ വെളിപാടിൻ്റെ ആദ്യത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവരും ദൈവത്തെ മനസ്സിലാക്കിയിരിക്കണത് തക്ക സമയത്ത് സഹായിക്കുന്നയാളെന്നാണ്. അതുകൊണ്ട് അവിടെ ഈ കാർഷിക വിളകളെല്ലാം നശിച്ച് നാട് നാറാണക്കല്ല് പറിക്കണ ഒരു സമയത്ത് അമ്മമാർ കുഞ്ഞുങ്ങളെ തന്നെത്താൻ പുഴുങ്ങി തിന്നുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പുഴുങ്ങി തിന്നണ കാലം. അത്രയ്ക്ക് മനുഷ്യൻ വിശന്നിട്ട് ആക്രാന്തം കയറി, കണ്ണിൽ ഭ്രാന്ത് കയറിയ കാലം. നാട് മുഴുവൻ ഒരു രക്ഷയുമില്ല, വെള്ളം കിട്ടാൻ പോലും മാർഗമില്ലാഞ്ഞ ആക്രാന്തത്തിൻ്റെ കാലം. അപ്പം ആ കാലത്ത് ഒരു മനുഷ്യൻ ഇസ്രയേലിലെ രാജാവിനെ കാണും. രാജാവിനെ കാണുമ്പോൾ രാജാവാണല്ല സഹായിക്കേണ്ടത്. അപ്പം ഈ മനുഷ്യൻ പറയും, രാജാവേ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ രാജാവ് എന്താ പറയണത്? നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ടത്. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും? 2 രാജാക്കന്മാർ 6:27. അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ. രാജാവ് പറഞ്ഞു, എന്താണ് പറഞ്ഞ? കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? ഇപ്പൊ നമ്മൾ സർക്കാർ നിസ്സഹായമായി നിൽക്കുന്ന സമയമുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ലത്, എല്ലാ കാലങ്ങളിലും ഉണ്ട്. ജനങ്ങളെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാർ തന്നെ ചില വിഷയങ്ങളിൽ നിസ്സഹായമായി നിൽക്കും. അത് ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെത്ര ഇന്ന് കാണുന്ന പല ആൾക്കാരും നമ്മൾ സമാധാന കാലത്ത് മാത്രമാണ് അവർക്ക് അവിടെ അധികാരം പ്രയോഗത്തിൽ വരത്തുള്ളൂ.
പക്ഷെ നമുക്ക് സമാധാന കാലത്ത് വലിയ അധികാര സഹായങ്ങൾ ആവശ്യമില്ലതാനും. അതാണ് രസം. സുനാമി വന്ന ദിവസം ഞാൻ രണ്ടാമത്തെ സുനാമി അടിക്കുമ്പോൾ 2000 ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ സുനാമി അടിക്കണ സമയത്ത് ഞാൻ അഴീക്കൽ നിൽക്കുമ്പോഴുണ്ട് അവിടെ ഗൗരിയമ്മ എന്ന മന്ത്രിയാണ്, നാട്ടിലുണ്ട്. കുറേ പോലീസുകാരുമായിട്ട് വന്ന് അഴീക്കൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ റേഡിയോ ടി വിയിലൊക്കെ എല്ലാം വേളാങ്കണ്ണി പള്ളി വരെ കടൽ കയറണതും പിന്നെ എല്ലായിടത്തും ആൾക്കാരും മരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കടപ്പുറത്തുനിന്ന് കുടിയൊഴിഞ്ഞ് കിട്ടിയത് ആടെങ്കിൽ ആട്, പശുവെങ്കിൽ പശു, കിട്ടിയതൊക്കെ എല്ലാം എടുത്ത് ഓട്ടോറിക്ഷയായാലും പെട്രോറിക്ഷയായാലും സൈക്കിളിൻ്റെ പുറകിലൊക്കെ ജനം ഇങ്ങനെ പാലായനം ചെയ്യണ കാഴ്ചയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആദ്യം കണ്ടതാണ് ഇങ്ങനെ ജനം ഇങ്ങനെയാണ് കൂട്ടത്തോടെ കുടിയൊഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന്. ആ സമയത്താണ് ഗൗരിയമ്മയും കുറേ പോലീസുകാരും കൂടി വന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. മൂന്നാമത്തെ തിര ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ആൾക്കാർ അലറി കടപ്പുറത്ത് കിടന്നുണ്ട്. അപ്പം തന്നെ ഗൗരിയമ്മ ഒരു കണക്കിന് ഒരു കാല് അകത്ത് വെച്ച് ഒരു കാലം പുറത്ത് വെച്ച് ഒരു കണക്കിന് കാറും കൊണ്ട് അവിടുന്ന് പോലീസുകാരെല്ലാം കൂടി ഓടിക്കളഞ്ഞു അവിടുന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മന്ത്രിയാണെങ്കിലും ഒന്നും ചെയ്യാനില്ല, അവിടെ നിസ്സഹായനാണ്. ആരായാലും നിസ്സഹായനാണ്. അപ്പോൾ എനിക്കൊരു പേടി വന്നത് ജനമിങ്ങനെ കൂട്ടത്തോടെ പാലായനം ചെയ്യണം കണ്ടപ്പോഴേക്ക് ഭയങ്കര പ്രയാസമായി. കാര്യം ഇനി ജനം തിരിച്ചു വരത്തില്ലേ, ഇനി എന്താണ്, കടൽ കയറി വരികയാണ്, മൂന്നാമത്തെ കയറ്റം കയറി കഴിഞ്ഞാൽ നാട് മുങ്ങിപ്പോവുക. അപ്പോഴും ഞാൻ നോക്കിയപ്പോഴും എൻ്റെ മുമ്പിലുണ്ടായത് ഈ മദർ തെരേസയുടെ കുറേ കന്യാസിമാരാണ്. അവർ 3-4 പേര് മനക്കോടത്തുനിന്ന് വന്ന് അഴീക്കാൻ നിൽക്കുകയാണ് ഈ ദുരന്തം കണ്ട്. ഞാൻ ഉടനെ, അവർ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണല്ലോ, ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ അവർ നല്ല പ്രവർത്തനങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം പ്രാർത്ഥന, പ്രവർത്തനം, പ്രയോഗം എല്ലാം പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർക്ക് ബലമുണ്ടാകും, ദൈവതിരുസന്നിധിയിൽ അവർക്ക് ബലമുണ്ട്. അപ്പം ഞാൻ ഉടനെ അവരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എന്താ പ്രശ്നം വെച്ചാൽ വേറെ അവിടെ കാഴ്ചക്കാരിക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ ആൾക്കാർക്കല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾ കണ്ടതാണ്, നേരെ കണ്ട സംഭവമാണ്. അപ്പം ഞാൻ 4 കന്യാസിമാരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മുട്ടിയിൽ നിന്നിട്ട് ഇവരുടെ ഈ കന്യാസിമാരുടെ കൈ അപ്പുറത്തും കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞുറയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, കടലിന് ഓടാമ്പൽ വെച്ചത് നീയാണെന്ന്. നീ ഇന്ന് ഓടാമ്പൽ വെച്ചില്ലെങ്കിൽ ഈ ജനം ഉണ്ടാകത്തില്ല. അതായത് കടലിന് ഓടാമ്പൽ വെക്കുന്നത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ഈ വചനങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം തക്ക സമയത്ത് നമുക്കത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു സഹായം തന്നതാണ്. എന്താണ്, ഈ വചനം ഓർക്കടാ, ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഞാൻ ഓർത്തപ്പോഴേ അത് സഹായമാണ് ശരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വചനം ഓർപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ അനുസ്മരണ ഒരു സഹായമായിട്ടാണ് അവിടെ വെളിപാട് കൊള്ളണത്. നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ വേണം. കാര്യം നമ്മൾ വായിത്തൊന്നേ വിളിച്ച് പ്രാർത്ഥിക്കണ പോലെ അല്ല വചനം പ്രാർത്ഥിക്കണത്. വചനം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനമാണത്. അപ്പോൾ ദൈവം, ഇപ്പം നമുക്കറിയാമല്ലോ, ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് ഇഷ്ടമുള്ള പോയി ചോദിക്കാൻ പറ്റത്തില്ല. ബ്ലോക്കിൽ ചെന്നിട്ടും പറയണേ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം, കുറച്ച് ലോൺ തരാൻ പറഞ്ഞാൽ പറയും അത് നിങ്ങൾ പോലെ ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും. ബ്ലോക്കുകാരെ തരുക. ഇവിടെ വല്ല ഇറച്ചിക്ക് ഒഴിയുക, പശുവിനെ കുത്തുവെക്കുക, വല്ല പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം.
അത് ബ്ലോക്കിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ആസ്ട്രേലിയയിൽ പോകണം ലോൺ തരണമെന്ന് അവർ തരുമോ? തരത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പ്രൊവിഷൻ ഇല്ല. നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ദൈവവചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ് നിനക്ക് കിട്ടണമെന്നറിയാം. നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ? അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കണ പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 5 മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് വായിക്കണം. പിടികിട്ടിയ 5 മിനിറ്റ് വായിക്കണം. വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോയിൻറ്റിങ് കിട്ടും. വചനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു 5-8-10 അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരെയും നോക്കും. എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈ പൊക്കണത്. അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കും അതിനെ. അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാവും. നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും. ഉടനെ ആ വചനം നമ്മൾ പറയും അത് കാണാതെ പഠിക്കാൻ പറയും. ആ വചനം കാണാതെ പഠിക്കാൻ പറയും. അങ്ങനെ വചനം പഠിക്കണത് അല്ല. ഞാൻ വചനപ്പെട്ടി എടുത്തിട്ട് കുറേ വചനം കാണാതെ പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ച് പോയേക്കാം. അങ്ങനെ വായിച്ചാൽ നിങ്ങൾ അങ്ങനെ വായിച്ച് പോയിക്കൊള്ളൂ. എവിടെ പോകണം നമുക്ക് ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. വായിച്ച് പോകാനല്ല നോക്കേണ്ടത്. വചനം 5 മിനിറ്റ് എടുത്തിട്ട് അരമണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ആവർത്തിച്ച് വായിക്കണം. ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അല്ലാതെ ഒരു പുസ്തകം വായിക്കണം തോന്നരുത്. നമുക്ക് വായിക്കാം. അപ്പോൾ അതുപോലെ ഒരു ബൈബിളും വായിക്കാം. അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തോട് ഇത് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭക്തി തോന്നണം. ഭക്തി ഉണ്ടാകും അല്ലേ? ഞാൻ ദൈവത്തെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ. 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പറ്റീഷൻ ആയിരിക്കണം അതിൻ്റെ. അങ്ങനെ റിപ്പറ്റീഷൻ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാകും. അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും. ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡ് അടിച്ചാൽ നമുക്കറിയാമല്ലോ, സെർവറിലേക്ക് നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി, നമ്മളതിൻ്റെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ? എന്ത് വീഡിയോ ആണെങ്കിലും നമ്മളതിൻ്റെ കോഡ് അടിച്ച് കൊടുത്താൽ മതി. ഇതുപോലെയാണ് വചനം വായിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ പ്രശ്നത്തിന് ഈ വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വായി തോന്നണ പോലെ ഈ സ്വയം പ്രേരിത പ്രാർത്ഥന പോലെ വായി തോന്നണ കോതൊക്കെ പാട്ട് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, അത് മനുഷ്യൻ്റെ വചനമാണ്. പലപ്പോഴും ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ നമ്പരൊന്നും അറിയാൻ പറ്റത്തില്ല, പക്ഷേ ദൈവാംശം അതിലുണ്ടാകണം. ഇപ്പം ഞാനെന്താ പറഞ്ഞത്? കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, കടലിനെ ഓടാമ്പൽ വെച്ചത് അങ്ങാണെന്ന്. കർത്താവ്, ആ ഓടാമ്പൽ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് തന്നെ അടച്ചു വെക്കണം. ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കണം അവിടെ. അതിന് ശേഷം പിന്നീട് കടൽ ശാന്തമാകുമല്ലോ. അതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ വിഷയത്തിന് പ്രാർത്ഥനകൾ നിങ്ങൾ പറയുമ്പോൾ പരമാവധി നിങ്ങൾ വളർച്ച പ്രാപിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് തരുവാൻ അഭിഷേകം നൽകണമേ. ഓരോരോ വചനത്തിന് ആസ്പദമായ വചനങ്ങളെ, ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് നൽകുവാൻ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന ഞങ്ങൾക്ക് അനുസ്മരിപ്പിച്ചു നൽകണമേ.
പ്രയോജനപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു ചായ്വെന്ന് പറയണത് നമ്മളെ ഏത് വിധേനയും ഏതവസ്ഥയിലും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ദൈവത്തിനുള്ളത്. അത് പലപ്പോഴായിട്ട് വെളിപ്പെടുത്തുക മാത്രമല്ല, ഇസ്രായേലിൻ്റെ അനുഭവം മാത്രമല്ല. ഇസ്രായേലിൻ്റെ അനുഭവം എന്താ നമ്മൾ വായിച്ചില്ലേ? 2 രാജാക്കന്മാർ എന്താ പറഞ്ഞത്? 2 രാജാക്കന്മാർ 6:27 ആ രാജാവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ എന്താ പറയണത്? രാജാവ് പറയണത്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? അടിസ്ഥാനപരം മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച പല സഹായങ്ങളും നിങ്ങൾ അങ്കിളിൻ്റെ മകൻ സഹായിച്ചു, അങ്കിള് സഹായിച്ചു, കൂട്ടുകാർ സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു, പാർട്ടിക്കാർ സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഉള്ള സഹായം കൂടി പോകും. എന്താ കാര്യം? ദൈവം സഹായിക്കുന്ന കൊണ്ടാണ് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണത്. അത് ഓർക്കണം. അല്ല, നിങ്ങൾ അവരുടെ അടിമകളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, വിഷയത്തോടുള്ള ഒരു സുവിശേഷവിഹിതമായ സമീപനമാണ്. എന്താ പറയണത്? ആര് നമ്മളെ സഹായിച്ചാലും എങ്ങനെ സഹായിച്ചതായിരിക്കും. ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞേ? ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇന്ന് വരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം സഹായം നമുക്കറിയാവില്ല, എത്രയോ പേരാണ് സഹായം കൊണ്ട് അധാർമികരായി പോയത്. ഇപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ നല്ല പ്രതിബദ്ധയായ ഭാര്യയായിരുന്നു, പക്ഷെ അത് കുമ്പസാരമൊന്നുമല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയണതാണ്. ഞാൻ ചേച്ചി പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിക്കുക വെച്ചാൽ, പക്ഷെ പ്രാർത്ഥനാ ജീവിതമേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എന്താണ്? അവർക്ക് നല്ല പ്രാർത്ഥനാ ജീവിതം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. പ്രാർത്ഥനാ ജീവിതമല്ല, പ്രാർത്ഥന ഉണ്ടായിരുന്നതാണ്, പക്ഷെ കോൺഫിഡൻസ് പോയി. എന്താ കാര്യം? അവർക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഒരു അറബി നാട്ടിൽ ചെന്നപ്പോഴേ അവർക്ക് ഒരു കത്ത് വീട്ടിലോട്ട് മക്കൾക്ക് വിടണം, താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നിനക്ക് സുഖമാണെന്ന്. അപ്പോൾ കത്ത് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം. അപ്പോൾ മൊബൈലിൻ്റെ കാലമല്ലത്, 90ൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം, നമ്മൾക്ക് കത്ത് വേറെ ആളിനോട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ, ഓർക്കണില്ലേ? 85കളൊക്കെ അത്തരം കാലമാണ്. പക്ഷെ എന്ത് പറ്റി? ഈ എഴുതാൻ വന്നവൻ പറഞ്ഞു അവനോട് ശാരീരികമായ ബന്ധമില്ലെങ്കിൽ മറുപടി എഴുതത്തില്ലെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത്? അവിടെ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് അവർ ശാരീരികമായ ബന്ധം ഉണ്ടായി. നോക്കിയേ, അതോടുകൂടി അവിടെ കൃപ പോയി. അപ്പം സഹായിച്ചതാണ്, അവനാണ് സഹായിച്ചത്. അല്ലെങ്കിൽ ഇവർക്ക് ദാർഢ്യത്തോടെ ഇവർക്ക് പറയാമായിരുന്നു, നീ പൊടാവിടുന്ന്, നീ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്നത് നീ വഴിയാണ്, നിനക്ക് സഹായിച്ചില്ലെങ്കിൽ നാളെ വേറെ ഒരാൾ വരും എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരാണ് ആധ്യാത്മികത. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനകളുടെ സംഹിതയല്ല, മറിച്ചെന്താണ്? ഒരു ജീവിത വിഷയങ്ങളുള്ള ദൈവ കേന്ദ്രീകൃതമായ ഒരു നിലപാടാണ്. അതാണ് ഈ രാജാവ് പറയണത്. നീ എന്നോട് സഹായം ചോദിക്കുന്നു, പക്ഷേ ഞാൻ രാജാവാണ്, എനിക്ക് നിന്നെ സഹായിക്കാം, പക്ഷേ കർത്താവ് നിന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ സഹായം വ്യർത്ഥമാണ്. അത് ഇസ്രയേലിന് അറിയാം, യഹൂദ ജനതയ്ക്ക് മുഴുവൻ അറിയാം. വെളിപാട് ജനതയാണ് അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അവരെന്താ പറയണത്? അവർ പറയുന്നത് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, അല്ലേ? 121 സങ്കീർത്തനം വായിച്ചേ, 121:1 വായിച്ചേ. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ സങ്കീർത്തനമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞേ, പർവ്വതങ്ങളിലേക്ക്
ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. കർത്താവിൽ നിന്ന്. അപ്പൊ ഇത് ഇസ്രായേലിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം നിങ്ങളെടുക്കണം, ഇപ്പം നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളും അതിശയങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കും. പക്ഷെ അതിനെല്ലാം ഓരോ വ്യക്തികളാണ് ദൈവം ഉപയോഗിക്കണത്. പക്ഷേ നിങ്ങളെ സഹായിക്കുന്നത് ആ വ്യക്തികളല്ല. ആരാണ് സഹായിക്കണത്? കർത്താവാണ് സഹായിക്കണത്. നിങ്ങൾ അറിഞ്ഞിട്ട് കർത്താവിനേക്കാൾ വലിയ ഭക്തി ആ വ്യക്തികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ പണി മേടിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടിയോട് കൂടി ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കും. ഒരു കാലത്തും ബന്ധമില്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ സഹായിക്കും. പക്ഷെ സഹായിക്കണത് എങ്ങനെയാണ്? പക്ഷെ ആ സമയത്ത് എന്താ സംഭവിക്കണത്? കർത്താവാണ് അവരെ നിങ്ങളെ സഹായിക്കണമെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ദൈവങ്ങളൊന്നുമില്ല. കാണുന്നവരെല്ലാം ഭഗവാനെന്ന് പറയുന്നത് പൊതുധാരണയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് പറയണത്, നമ്മൾ ഈ ചത്തുപോണ മനുഷ്യർ പലപ്പോഴും ഇവർ നമ്മളൊന്ന് സഹായിച്ചെന്നും പറഞ്ഞ് നമ്മൾ ഉടനെ എടുത്തവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും. നിങ്ങളെനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ പാപം, 1-ാം പ്രമാണ ലംഘനമാണ്. അതായത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്ഥാനം അറിഞ്ഞോ അറിയാതെയോ അലപരാധികളായ മനുഷ്യർക്ക് കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരായാൽ തന്നെയും നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു സഹായം കിട്ടിയതിന്റെ പേരിൽ നിന്നെ മറന്ന് നിന്റെ മഹത്വം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ ഞാൻ ആ തിന്മ ആവർത്തിക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിനായി അപേക്ഷിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അനുദപിക്കാനുള്ള അവസരമാണ്. ഉടമ്പടി 2016 15 ആദ്യം തരുമ്പോൾ കർത്താവിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്തായിരുന്നു അറിയാവോ? എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ. ആദ്യത്തെ ഒരു പാപം ചെയ്തവരായിരിക്കാം നമ്മൾ. പക്ഷെ നമുക്ക് അനുതപിക്കാനുള്ള ഇതുപോലുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. പറഞ്ഞ പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. ആളുടെ കാര്യമാണ്, യേശാവിന്റെ കാര്യമാണ്. ഒരു ഗ്ലാസ് പാൽപ്പായസത്തിന് വേണ്ടി കടിഞ്ഞൽ അവകാശം വിറ്റ ഒരു പന്നിയാണ് ആ മനുഷ്യൻ. അവന് പിന്നീട് ബോധമുണ്ടായി. വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറന്നു പോയെങ്കിലും വിശപ്പ് കഴിഞ്ഞപ്പോൾ 2 ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോധം വന്നു. പക്ഷെ അങ്ങനെ ബോധം വന്നിട്ട് കാര്യമില്ല. പിന്നീട് പുള്ളി കരഞ്ഞ്. പക്ഷേ പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്താ പക്ഷെ വചനം എന്താ പറയണത്? അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. That's a point എന്ന് പറഞ്ഞ കണ്ണീരോടെ അവനത് അനുതാപം ആഗ്രഹിച്ചെങ്കിലും അവകാശം ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കുവാൻ അവന് അവസരം കിട്ടിയില്ല. അപ്പൊ അനുതപിക്കാനുള്ളത് ഒരു അവസരമാണ്. നിങ്ങൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ തരും. എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യും? നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. നാളെ ശരിയാക്കാം. ഞാനിപ്പോൾ തിന്മയിൽ ജീവിക്കുകയാണ്, നാളെ ശരിയാക്കാം എന്ന് പറയും. അത് പ്രഭാഷകൻ എന്താ പറയുന്നത്? 7 നാളെ എന്ന് മാറ്റി വെക്കരുത്. ടേക്ക് ദ വിളക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ. പ്രഭാഷകൻ 5:7.
കർത്താവിങ്കിലേക്ക് തിരിയാൻ പറഞ്ഞ കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവയ്ക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. ഇപ്പൊ കർത്താവിൻ്റെ തിരിയാൻ, ദൈവത്തിലേക്ക് തിരിയാൻ ചില ആൾക്കാരില്ല, പത്രം കൊണ്ടുപോയി അലമാരിയുടെ മോളിൽ വെച്ചിട്ട് കറങ്ങി നടക്കും. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല. കുമ്പസാരം ഞങ്ങളുടെ നാട്ടിൽ കുമ്പസാരം, ഞങ്ങളുടെ ഇടവക കുമ്പസാരം 1-ാം ഞായറാഴ്ചയും ശനിയാഴ്ചയും 3-ാം ശനിയാഴ്ചയുമാണ്. ഇങ്ങനെയൊക്കെ ഉടായ്പ പറഞ്ഞു നടക്കും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെടുത്ത് പറഞ്ഞേ, ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനും കുമ്പസാരത്തിന് ഇരിക്കണത് മുഴുവനും 1, 3 പക്ഷേ ഞാൻ എൻ്റെ മക്കളും കൂടി വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് മക്കൾക്ക് കുമ്പസാരിക്കണം. പിന്നെ ഇപ്പം ഞങ്ങൾ ആഴ്ച കുമ്പസാരിക്കും. കണ്ട, അത് എന്ത് തീഷ്ണതയാണ്. അത് വരുമ്പോൾ കത്തോലിക്കൽ ശ്രദ്ധിക്കുക, മറ്റു സഭക്കാർ അവരുടെ സഭയിലുള്ള വിശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഒന്നും മാറ്റി വെക്കരുത്. നിങ്ങളുടെ അലംഭാവം കൊണ്ട്, നിങ്ങളെ പള്ളിയുടെ മുതുകത്ത് പഴിചാരിക്കൊണ്ട് നിങ്ങളുടെ സ്കൂട്ടാകണതാണ്. ദൈവത്തിനറിയാമത് ഉടായിപ്പാണെന്ന്. അത് ദൈവത്തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ മറച്ച് കളിയും ഒളിച്ചു കളിയും നടക്കും. ദൈവത്തിരുസന്നിധിയിൽ ഒരു നടക്കണില്ല. നിങ്ങളെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇന്നത് കൊണ്ടാണ് തീരുമാനിക്കണം ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരുടെ പെരുമാറുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്ത് പെരുമാറി പണി മേടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു അവസരമാണ്. അല്പമെങ്കിലും അനുതാപം ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് പാപത്തെ, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നിയെന്ന് അല്ല സംഭവിക്കണത്. അല്പമെങ്കിലും നിങ്ങൾ ചെയ്തു പോയതിനെ കുറിച്ചൊരു മനസ്താപം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം സഹായകനായ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവൻ്റെ ജോലി തുടങ്ങിയെന്നാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? അതിനോട് സഹകരിക്കണം. അല്ല, നിങ്ങളെ ആൾക്കാർക്ക് അനുതാപമൊക്കെ ഉണ്ടാകും. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് സ്വാഭാവികമായിട്ട് വചനം കേട്ടപ്പോൾ എന്തോ ഉണ്ടായതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥിക്കുക, കർത്താവേ ഇപ്പോൾ എനിക്ക് തോന്നിയ അനുതാപത്തിന്റെ മേൽ ദൈവിക നടപടി ആരംഭിച്ചതായി, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ഞാൻ മനസ്സിലാക്കുന്നു. ആത്മാവിന്റെ കൃപയിലും അഭിഷേകത്തിലും നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്താ വിഷയം എന്ന് പറയണത്? അവൻ നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. അല്ലാതെ ക്രിസ്ത്യാനികളിൽ നിന്നും അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസിൽ നിന്നും അകലെയല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ല. ഈ അനുതാപം ആർക്കെല്ലാം തോന്നിയിട്ടുണ്ടോ ഓർക്കണേ എന്താണ്? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടായാലും ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പുസ്തകം 17:27. അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും, ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ്? അനുഭവമാണ്. മനസ്സിലായില്ലേ? നടപടി 17 എന്താ പറയുന്നത്? 17:27 എന്താ പറയുന്നത്? ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വഴി എന്താണ്? അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ അനുഭവ സാക്ഷ്യമെന്നും പറഞ്ഞ് നമ്മൾ കെട്ടിച്ചാടി നടക്കേണ്ട കാര്യം ഇതാണ്. ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തണത് ബുദ്ധിപരമായിട്ടുള്ള വ്യായാമത്തിലൂടെയല്ല, ഒരു ടാഞ്ചിബിളായിട്ടുള്ള സ്പർശ്യമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ്. ബുദ്ധിപരമായ വ്യായാമത്തിലൂടെ കണ്ടെത്തുന്നവർ ചിലപ്പോൾ 0% ആയിരിക്കും, 0.1 ഇരിക്കും. പക്ഷേ ബാക്കി 99% ആൾക്കാരും ദൈവത്തെ കണ്ടെത്തുന്നത് സ്വന്തം അനുഭവത്തിലൂടെയാണ്. ഈ അനുഭവത്തിലൂടെ എന്താണ് അനുഭവം എന്ന് പറയണത്? ബേസിക്കായിട്ടുള്ള അനുഭവം എന്ന് പറയണത് വായിച്ചോളൂ.
താഴേക്ക് വായിച്ചോളൂ. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലെയല്ല. അതാ സംഭവം. എങ്കിലും അവിടുന്ന് പറഞ്ഞേ, എങ്കിലും അവിടുന്ന് നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. അപ്പൊ ഇതാണ് ബേസിക് ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയണത്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ദൈവം നിങ്ങൾ നിന്ന് അകലെയല്ല എന്ന് ആരിൽ നിന്നും എന്നാണ് പറയണത്. അല്ലാതെ മറ്റ് ഓരോ വിഭാഗമല്ല പറയണത്. നമ്മൾ അത് ഏതൻസിലെ പ്രസംഗമാണ്. ഏതൻസിൽ ചുരുക്കം ചില യഹൂദന്മാരേ ഉള്ളൂ. പൗലോസിൻ്റെ പ്രസംഗമാണിത്. അവിടെയുള്ളതെല്ലാം ഗ്രീക്ക് വിജാതിയിലാണ് ഉള്ളത്. യഹൂദന്മാരുടെ ജാതിയിൽപ്പെടാത്തവരാണ്. അപ്പോൾ കോമൺ പബ്ലിക്കിനോടാണ് പറയണത്, നമ്മൾ ആരിൽ നിന്നും ദൈവം അകലെയല്ല. ഇതെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും യഥാർത്ഥ ദൈവം നിങ്ങൾ ആരിൽ നിന്നും അകലെയല്ല. അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവം? അകലെ അല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അടുത്താണെന്നതിന് അർത്ഥം. മനസ്സിലായി? അകലെയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അടുത്താണ്. കലവൂര് ഈ കൃപാസനത്തിൻ്റെ അകലെ അല്ല എന്ന് വെച്ചാൽ കലവൂര് അമേരിക്കയിലല്ലെന്ന് അതിൻ്റെ അർത്ഥം. അടുത്താണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു പരിശ്രമം നടത്തിയാൽ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയും. അപ്പം ദൈവത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയണത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാസന നിധിധ്യാസന സമാധിയിലൂടെ 9 കൊല്ലം കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ലെന്നാണ് പറയണത്. വളരെ ദൈവത്തിന് വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കണത്. എന്താ കാര്യം? നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. നമ്മൾ ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുത്തുണ്ട്, തൊടാൻ നമുക്ക് പറ്റും. ഈ പരിശ്രമമായി ചെറിയൊരു പരിശ്രമമാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായി? ഇപ്പോൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? ബേസിക്കായിട്ട് നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ലാത്ത ദൈവത്തിനെ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള ദൈവത്തിനെ പെട്ടെന്ന് അനുഭവിക്കാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരിൽ നിന്നും അകലെയല്ലാത്ത ദൈവത്തെ അടുത്തുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ നല്ല ഉടമ്പടി സാക്ഷികളായി മാറാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹെബ്രായർ 12:17 നമ്മൾ വായിച്ചതാണ്. എന്താണ്? അനുദപിക്കാനുള്ള അവസരം ഏശാവിന് ദൈവം കൊടുത്തില്ല. കാര്യം ചില ആൾക്കാർക്ക് അനുദപിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. എന്താ കാര്യം? ദൈവം അവസരം തന്നാൽ മാത്രമേ അനുതാപം തോന്നത്തുള്ളൂ. യേശാവിന് അനുതാപത്തിന് അവസരം കൊടുത്തില്ല. അയാൾക്ക് ഒന്നും തോന്നിയില്ലെന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമെന്നും ഇത് ചുമ്മാ ഒരു അഭ്യാസത്തിന് വേണ്ടി IELTS പാസ്സാകാനോ വീട് വിൽക്കാനോ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഉടമ്പടി പ്രയോഗമാണ്. അല്ലാതെ ജീവിതത്തിൽ ദൈവത്തെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അകലെ നിന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വയറ്റിപ്പിഴപ്പിന് ജീവിക്കാനാണെന്ന് ദൈവത്തിന് തോന്നിയാൽ നമുക്ക് അനുതാപം തോന്നത്തില്ല. അവസരമാണിത്, പക്ഷേ നമുക്ക് അനുതാപം തോന്നത്തില്ല, നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഫീൽ ചെയ്യാൻ ആളാരാണെന്നറിയാവോ? ആദമാണ് ആദ്യത്തെ മനുഷ്യൻ്റെ എന്താണ്? അതിന് ദൈവം അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? പാപം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അനുസരണം, ദൈവത്തിൻ്റെ വചനത്തോടാണ് അനുസരണം കാട്ടിയത്. ബേസിക്കായിട്ട് എന്താണ് ആദത്തിൻ്റെ പാപം? ഉടമ്പടി വിരുദ്ധമായ പാപമാണ്. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി, അവൻ പറയണ പോലെ ചെയ്യാത്തതാണ് പാപം. ക്ലിയർ അല്ലേ? പാദത്തിൻ്റെ പാപം എന്താണ്? ഉടമ്പടിയുടെ ബ്രേക്ക്മെൻറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ദൈവവും മനുഷ്യനും ഉണ്ടായ കാലം മുതലുള്ള നടപടിക്രമം ഉടമ്പടിയാണ്. ചിലപ്പോൾ ഉടമ്പടിയും ദൈവം പറയത്തില്ല, പക്ഷെ പറയണ പോലെ ചെയ്യാൻ പറയും. ആദം പറയണ പോലെ ചെയ്തില്ല, ഉടമ്പടി ബ്രേക്ക് ചെയ്തു. പക്ഷേ ആദ്യം എന്ത് പറ്റി? അവസരം കൊടുത്തില്ല. അവസരം കൊടുക്കാഞ്ഞ കാര്യം ആ കക്ഷിയും അവ്വായും ഒക്കെ എല്ലാം ചില മനുഷ്യർ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുമെന്നുള്ള ദൈവം തോന്നിക്കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ അവസരം പോകും. ഇതൊരു നിസ്സാര കാര്യമല്ല. അവസരം കൊടുത്തില്ലെന്നല്ലേ യേശാവിനെ കുറിച്ച് പറയണത്.
അപ്പം നിങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വരണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഠിനഹൃദയരാണെന്നൊന്നും അല്ല അർത്ഥം. മറിച്ച് ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നില്ല, കർത്താവിൻ്റെ ഗുഡ് ബുക്സിലില്ല. ഇത് കയറിപ്പറ്റണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷേ ഉടമ്പടി വൃത്തിമേനമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. ഇപ്പം നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാലുള്ള മരുന്ന് എന്താ? പേപ്പട്ടിയുടെ റാബിറ്റ്സിനെ തന്നെയാണ് കുത്തിവെക്കണത്, ഇല്ലേ? എപ്പോഴും കറണ്ടല്ലോ. പേപ്പട്ടി കടിച്ച ആൾക്കാർക്ക് അതിനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഗോവസൂരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലേ? എന്താ കണ്ടുപിടിക്കണത്? ബസൂരിയുടെ അണുക്കളെ തന്നെയാണ് കുത്തിവെക്കണത്. അപ്പോൾ അത് ബോഡി പാർട്ടാക്കി മാറ്റിയിട്ട് ബോഡി പാർട്ടിനെ കൊണ്ട് കയറി വന്നിരിക്കുന്ന ഫോറിൻ മാറ്ററിനെ നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്താണ്? ദൈവത്തിൻ്റെ വചനം തന്നെ പാലിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി ദൈവത്തിൻ്റെ വചനം തെറ്റിച്ച് ജീവിക്കുമ്പോൾ, ഉടമ്പടി ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ പാപാവസ്ഥയിൽ വരുന്ന, പിന്നെ അതിനെ റീഫണ്ട് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അടുത്ത ആൻറ്റി വെനം എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവവചനം നിറവേറ്റുന്നതാണ് ഇതിനെ അതിജീവിക്കാനുള്ള തന്ത്രം. അതാണ് എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ദൈവം മാറാത്തതിൻ്റെ കാരണം. അതാണ് ഉടമ്പടി ഒരേ സമയം തന്നെ ആഹാരവുമാണ്, മരുന്നുമാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ചില ആൾക്കാരോട് ഉടമ്പടി എടുത്താൽ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആക്ടിവേറ്റ് ആക്കത്തില്ല, ഇല്ലേ? ആക്ടിവേറ്റ് ആകത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാൻ വന്ന് ഇടിച്ചു തല്ലി എടുക്കുകയോ നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ വണ്ടിക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷണിപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉടമ്പടി ഇങ്ങനെ എടുക്കാം, പക്ഷേ ആക്ടിവേഷൻ ആക്കണത് വേറെ പ്രിൻസിപ്പിളാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഞാനങ്ങനെ സാക്ഷ്യം പറയത്തില്ല, പിന്നെ അവിടെയൊക്കെ ഒന്ന് ആൾക്കാരെ വിളിച്ചു പോകാനാ, വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം ഈ പന്നി വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ്, ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വളർത്തുക, അതൊന്നും ഇവരുടെ പരിപാടിയല്ല. ഇവരുടെ പരിപാടി സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടി എടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും സാധനം. കാര്യം അവസരം എന്നാണ്. അതാണ് അവസരം. 12:17 എന്താ പറയണത്? അനുദപിക്കാൻ അവസരം നൽകിയില്ല. എന്നുവെച്ചാൽ അവസരം നൽകേണ്ടത് ആരാണ്? അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. അതാണ് പ്രശ്നം. ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. ആദത്തിൻ്റെ പരിപാടി എന്താ? ആദത്തിനോട് ചോദിച്ചു, ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല. അപ്പോൾ ദൈവം ചോദിച്ചത് എന്താണ്? നീ എവിടെയാണെന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചോദിച്ചില്ല. ഉൽപ്പത്തി 3:9 എടുത്ത് അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. നീ എവിടെയാണ്? ഓക്കെ, ക്ലിയർ, തീർന്ന്. ചോദ്യം എത്രയേ ഉള്ളൂ, നീ എവിടെയാണ്. പക്ഷേ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പറഞ്ഞു കൊടുക്കത്തില്ല. കാര്യം എന്താണ്? അയാൾ മനസ്സാന്തപ്പെട്ടിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മയ്ക്ക് പകരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. മാതാവ് മനസ്സിൽ മാനസപുത്രിയെ പോലെ ജനിച്ചു. ഈശോയുടെ പരിശോധനത്തെക്കുറിച്ച് ദൈവം പ്ലാനിട്ടു. അപ്പോൾ ഈ പന്നി ഇനി മാനസാന്തപ്പെട്ടിട്ട് ദൈവം ഒന്നും കാണിക്കാനില്ല. ഇവിടെ എന്താ പ്രശ്നം? നീ എവിടെയാണെന്നാണ് ആദത്തിനോട് ചോദിക്കുന്നത്. പക്ഷേ ദൈവത്തിനറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ്, എവിടെയാണ് ആകേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, ആദം തിരിച്ചു വന്നേനം. പക്ഷെ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല. എന്താ? ആദം എവിടെ ആയിരിക്കണം. അപ്പോൾ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ പറയാം. നീ എവിടെ ആയിരിക്കണം? നീ എൻ്റെ മുമ്പിലായിരിക്കണമെന്ന്. കൈയടിച്ച് കർത്താവ് 17:1 ഉൽപ്പത്തി 17:1
അബ്രാമിന് പറഞ്ഞ അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് ആദത്തിനോട് ഇത് പറയാമായിരുന്നു, എന്താണ്, നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന്. അപ്പം ആദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ. പക്ഷേ എവിടെയാണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. പക്ഷേ ഈ പാവത്തിനോട് അത് പറയണില്ല. പക്ഷേ എബ്രാഹത്തിനോട് പറഞ്ഞു. എന്താ കാര്യം? എബ്രാഹം വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുമെന്നും ദൈവത്തിന് അറിയാം. എൻ്റെ ദൈവപൈതലെ, ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് അനുദപിക്കാൻ അവസരം നൽകണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ 12 ഹെബ്രായർ 12:17 പറയുന്ന ഏശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത്. എന്താണ്? അവന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഈ ഇൻസ്റ്റേഷൻ നടക്കും. അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവൻ, അതായത് നമ്മളെ കൃപയിൽ എവിടെയായിരുന്നു, ബൈബിള് അവസാനിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നീ എവിടെയായിരുന്നെന്ന് ചിന്തിക്കുക, ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 2:4-5. വെളിപാട് 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആരോടാ ഈ പറയണത്? ഏത് സഭയോടാ പറയണത്? എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നതാണ് ഈ വെളിപാട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്ന് പറഞ്ഞു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുതാപത്തിന്റെ ഒരു പ്രശ്നം അതാണ്. അനുതാപം അത്ഭുതകരമായ ഫലമാണ്. നിന്റെ പഴയ കൃപയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് അനുതാപമാണ്. ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടി അത് തന്നെയാണ്. നമ്മൾ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസമുണ്ടായി. അപ്പോൾ ഞാനെൻ്റെ മുറി ഇരിക്കിയിരുന്നു. അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കയറേണ്ട കാര്യമില്ല. പിന്നെ ആരെങ്കിലും ഇവരെ കിച്ചൻകാർ കാപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ ഈച്ചയെ കാണുന്നത്. ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയുന്നുണ്ട്. പിന്നെയും ഞാൻ ഇരുന്നുകൊണ്ട് എഴുതുക, വരയ്ക്കുകയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈച്ച ചെവിയെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കും അടി. അപ്പോൾ പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും. ഈച്ചയുടെ അവസ്ഥ അറിയാമല്ല, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത സാധനം. അത് നമ്മളെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ നമ്മളേക്കൊന്നും പോകത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ സാധനം ചത്ത് വീഴണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചത്ത് വീഴണം, ഒറ്റടി വെച്ച് കൊടുക്കും. എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയണതാണ്. ഇപ്പം കർത്താവിടെ ഇരിപ്പുണ്ടല്ല, ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചു കഥ പറഞ്ഞവർ പറയുകയല്ല, ഉള്ള സത്യമേ പറയത്തുള്ളൂ. അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ അടിക്കാൻ പോവുകയാണ്, ഇത് ചത്ത് വീഴണത് ആണ് നിൻ്റെ തിരുമനസ്സെങ്കിൽ ഇപ്പം ചത്ത് വീഴണമെന്ന് പറയും. ഞാൻ ഒറ്റടി വെച്ച് കൊടുത്ത് എൻ്റെ കണ്ണട 2 കഷ്ണമായിപ്പോയി. എന്തിപ്പോൾ അറിയാനാണ്. ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി. ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക്. ഞാൻ 2 കഷ്ണമായി പോയി നിങ്ങൾ തന്ന കണ്ണട. ഞാൻ അടിച്ചതാണെന്നുള്ളതാണ് സത്യമാണ്. ഞാൻ അവരോട് മറച്ചൊന്നും വെച്ചില്ല.
പക്ഷേ ഈ കന്നഡ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ വേറെ കന്നഡ വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി അവർ പറയണത് ഇത് ഞങ്ങളുടെ കന്നഡ അല്ലെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇതെന്ത് പരിപാടി? എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല. ഞാൻ അലസത്തേനോട് ചോദിക്കുകയായിരുന്നു ഒരു ദിവസം, അച്ഛൻ എന്താ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കണമെന്ന്. അതാണ് അലസത്തിന്. അതേ പോകുമ്പോൾ ഞാൻ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം, ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് ഒരു ഈ റീഡിങ് ക്ലാസ്, ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിങ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു. എന്നാലും വേറെ മാർഗ്ഗമൊന്നുമില്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, ഇത്രയും നാളല്ലേ അയാൾ മേടിച്ചിട്ട്. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ. അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരു അടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത്. കൊടുത്തനടി അടി 2 കഷ്ണം. അപ്പോൾ അവർ പറഞ്ഞ, അച്ഛ ഇത് ഞങ്ങൾ തന്ന കണ്ണടയാണിത്, പക്ഷേ 6 കൊല്ലം മുമ്പ് തന്നതാണ്. അച്ഛൻ 4 മാസം മുമ്പ് ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാ, അതാണ് ഇതെന്ന് പറഞ്ഞ് ഞാൻ വെച്ചോണ്ട് നടക്കണത്. രതീഷ് പറ്റിച്ച പണിയാണ്. ഞാൻ അമേരിക്കയെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണട എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ കഴക്കുന്നുണ്ട്. തിരിച്ചത് തന്നെ കൊണ്ടു. എനിക്കറിയാൻ പാടില്ല, ഞാനൊരു ഇത് തന്നെ എനിക്ക് നമ്മൾ വാങ്ങിച്ച കണ്ണടയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അത് വെച്ചിട്ട് നടക്കുകയാണ്. കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സാധനം അടിച്ച് പൊട്ടിച്ച്. പക്ഷേ കണ്ണട കടയിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾ തന്ന 6 കൊല്ലം മുമ്പ് തന്ന കണ്ണടയാണ്. അച്ഛൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഈ ടെസ്റ്റെല്ലാം മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട്. ഇത് 6 കൊല്ലം മുമ്പുള്ള പവറാണിത്. അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പോഴത്തെ വേറെയാണ്. ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ 4 മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട്. അതിവിടെ ഉണ്ട്, നോക്കാൻ പറഞ്ഞ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട്, സ്റ്റോറിൽ അത് ഇരിപ്പുണ്ട്. ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട്. പഴയ കണ്ണടയെ വെച്ച് കണ്ണും കടച്ച് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്തിരിക്കണത് എന്താണ്, ഞാൻ കണ്ണട മാറ്റുകയെന്ന് അമ്മയ്ക്കറിയാം. കാരണം കാശ് കൊടുത്ത് മേടിച്ച സാധനം മാറ്റുകയില്ല. അതുകൊണ്ട് ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കണ്ണടത്ത് വെക്കത്തുള്ളൂ, കണ്ണട അന്വേഷിക്കത്തുള്ളൂ. നോക്കിയേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കണത്. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ട്. ഒരു കാര്യം പോലും, നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അപരാധം, ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം. അവിടെ ഒരു അനുതാപം. അപ്പം അനുതാപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകത്തില്ല. എങ്ങനെ ഉണ്ടാകും? ദൈവസ്നേഹം കൂടണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പൊ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം, സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. എന്നെ കർത്താവ് സ്നേഹിച്ച അതെല്ലാം എന്നെ അനുസ്മരിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ച് തരണമേ. അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നുമില്ല, ആരെ വേണമെങ്കിലും ദൈവം സഹായിക്കും. നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് സ്മിത മാർട്ടിൻ. സ്മിത മാർട്ടിൻ്റെ പ്രശ്നം, അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല. IELTS എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി IELTS എഴുതണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത്. അപ്പോൾ അത് ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീട്ട് വേണം, അച്ഛനെ കാണണം, അച്ഛനോട് ചോദിക്കണം IELTS എഴുതണോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണം, മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്തത് കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, നീ 18 വയസ്സ് കഴിഞ്ഞതല്ലേ, നീ ആദ്യം ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട്,
പക്ഷേ ഇത് ഇവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് 18 കഴിഞ്ഞ കാരണം ഉടമ്പടി എടുക്കാൻ ബാധ്യതയാണ്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ, ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ, രേഖ വേണ്ടേ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം. അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല, എങ്ങനെ അറിയും? അപ്പോൾ പറഞ്ഞ് അപ്പോൾ അമ്മയും മകളും കൊണ്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യേ. അമ്മയും മകളും കൊണ്ട് ഡിസ്കസ്സാണ് എങ്ങനെയാണ് നമ്മൾ IELTS എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറയണം ഞാൻ എടുത്തോളാം, കാര്യം കാശ് കുറേ ചിലവാകും, 10-35,000 രൂപ ചിലവാകും. അപ്പോൾ അമ്മ പറയും ഇനിയും കാശ് കളയാൻ ഞാൻ കുടുംബത്തിലുണ്ട്. അപ്പോൾ അമ്മ പറയാതെ ഞാൻ എടുക്കത്തില്ല, അപ്പനോട് ചോദിക്കണ്ടേ. അപ്പോൾ പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ല, ഇത് നമ്മൾ ജയിക്കുമെങ്കിൽ IELTS എടുത്താൽ മതിയല്ലേ, വെറുതെ കാശുകളുടെ കാര്യമുണ്ട്. അത് മകൾ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും എടി നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തെടുക്കണമെന്ന്, നീ നോക്കിക്കോ എന്ന് പറയും, നീ നോക്കിക്കോ. അപ്പം അമ്മയ്ക്ക് ദർശനവരം കിട്ടി ഉടനെ. അതാ പറയണത് ഈ ദർശനവരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം, ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും. നമ്മുടെ വിഷയം സഹായമല്ലേ. അപ്പം തന്നെ പരിശുദ്ധാത്മാവ് അമ്മയെ സഹായിച്ചു, അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി. അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവള് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നീ പറഞ്ഞു നിന്നോടെന്താ അമ്മ പറഞ്ഞത്? അല്ല അമ്മയോട് എന്താ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പടി എടുത്ത് താഴെ വന്നിട്ട് മാതാവിന് അവിടെ പോകുകയല്ലേ, പ്രദക്ഷിണത്തിന് പോകുകയല്ലേ, അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ IELTS എടുക്കണമെന്നാണ്. അതാണ് അമ്മക്ക് കിട്ടിയ വെളിപാട്. ഉടനെ ഇവൾ പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മ എന്ന് പറയും മാതാവിന്. പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ്. 25 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. 25 പേരിൽ ഇവൾക്ക് ഇവളെടുക്കണ ലോട്ടിൻ്റെ അകത്ത് മാതാവ് ഉണ്ടാകണം. ആ ഒരൊറ്റ തെളിവേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവൾ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ ഇവൾക്ക് മാതാവിനെ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കോടിയുടെ താഴെക്കൂടി വരണമ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മകളുടെ കൈ മാതാവ് ഇരിക്കണം. എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇവർ പെശര് പോലെ ഓടിച്ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ച്. അമ്മേ ഞങ്ങളെ വിട്ടുപോയിട്ടില്ലല്ലേ? അപ്പോൾ പറഞ്ഞു ഇനി എത്ര 1000 രൂപ പോയാലും കുഴപ്പമില്ല, നമ്മളായിട്ട് പാസ്സാകുന്നു. അതാ വിഷയം. അത് തീരുമാനം കണ്ട ഇത് അന്തർദർശനമെന്ന് പറയും. അന്നാളുകളിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ, പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണത്. ഒന്ന് പോലെ എടുത്ത ടെക് ദ ബെഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെന്ന് പറയുന്നത് സഹായമാണ്, നമ്മുടെ സബ്ജക്റ്റ് സഹായമല്ലേ. അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ സഹായിക്കണം ഉടമ്പടിയിലാണെങ്കിലുണ്ടല്ലോ സഹായം പെട്ടെന്നാണ് കിട്ടണത്. എന്താ കാര്യം? അപ്പൊ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം തന്നെ ദർശനം കൊടുത്തു. ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം കറക്റ്റായിരിക്കുമെന്ന്. പക്ഷേ ഇവൾ തോറ്റുപോകും IELTS എഴുതി. അപ്പോൾ ഇവർക്ക് അപ്പനെയും മകൾക്കും അമ്മയ്ക്കും എല്ലാം സങ്കടം. പക്ഷേ അപ്പം പറയും നോ, അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ IELTS എടുത്തത്. അപ്പം നിങ്ങളിങ്ങനെ വിശ്വാസിച്ച് നിൽക്കണ കാണുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എന്താ സങ്കടം ഇങ്ങനെ IELTS തോറ്റു എന്ന് പറയാം. തോറ്റു എന്ന് പറയുമ്പോൾ അത് റീവാലുവേഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുക അത് ഇവർക്ക് അറിയത്തില്ല. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവർക്ക് അറിയത്തില്ല റീവാലുവേഷൻ കൊടുക്കണമെന്ന്. റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അത്രയും കാശ് തന്നെ അടക്കണം. അത്രയും അടക്ക് വീണ്ടും നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ സൈറ്റ് നോക്കാൻ കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ അടച്ചിട്ട് അപ്പം പറയും കുഴപ്പമില്ല, മാതാവാണല്ലേ നമ്മളോട് IELTS എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഇപ്പം നീ എഴുതിയപ്പോൾ തോക്കുമെന്ന് ഉറപ്പല്ലേ, എഴുതിയപ്പോൾ തോറ്റു. ഇനി നീ റീവാലുവേഷൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്.
അത് നിൻ്റെ കഴിവല്ല, അമ്മയുടെ കൃപയാണെന്ന്. അതുപോലെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ജയിച്ച്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഉടമ്പടി എന്ന് ഓരോ ഉടമ്പടിയും ഓരോ ദൈവാനുഭവത്തിൻ്റെ സുവിശേഷമാണ് എല്ലാം. പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻറ്റേരിയം പീരീഡിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് ദൈവവുമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ദൈവമായിട്ട് നിങ്ങളായിട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ ദർശനങ്ങളിലേക്ക് പോയില്ല, അവർ പ്രവചനങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും പോകണില്ല. എന്തായാലും വലിയ കാര്യങ്ങളാണ്. ഇതിന് വലിയ കാര്യങ്ങളെന്നാണ് പറയണത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു. അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. പ്രൈസ് ദി ലോർഡ്. അതായത് സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അപ്പോൾ സ്വർഗീയമായ മേഖലയിലെ അതുപോലെ തന്നെ പ്രവചനങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഉടമ്പടിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അർത്ഥം, ഒരു മകള് ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞത്, അവളുടെ കോളേജിൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കോളേജിൻ്റെ വാതിക്കൽ മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നു. അവൾ ഉടനെ മൊബൈൽ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു, അമ്മേ ഉടമ്പടി എടുത്തല്ലേ, അമ്മ മഴവില്ലുമായി എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന്. അതായത് അടയാളം കണ്ടുകൊണ്ടേയിരിക്കും, വലിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ എപ്പോഴും പറയണത് കാണുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്, അവനെ കേൾക്കുന്ന കാര്യങ്ങളും. ഉടമ്പടിക്ക് രണ്ടുമുണ്ട്. ഉടമ്പടിക്ക് 3 കാര്യങ്ങളുണ്ട്. കാണുന്ന കാര്യങ്ങളുണ്ട്, കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ എന്താണ്, ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ദൈവമായിട്ട് ഇടപെടുന്നതെല്ലാം ഈ ഒരു 3 ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൺകർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകത്തതെന്നായി പറയണതിൻ്റെ അർത്ഥം പീഡിയ. നിങ്ങൾക്ക് പലർക്കും അബദ്ധം പറ്റണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും. പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്, അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. ശ്രുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:21 എടുത്ത്. 2 രാജാക്കന്മാർ 2:21. അവൻ ഉറവയ്ക്കടുത്തു ചെന്ന്, അതായത് ഇസ്രായേൽ ജനം വഴിമധ്യേ ഒരു ഉറവയിലെത്തിയപ്പോൾ അത് കുടിച്ചവർക്ക് ഭയങ്കര കയ്പ് തോന്നി. അതാണ് വിഷയം. വായിച്ചോളൂ. ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അതായത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്ത് പറയും, ഉപ്പിടണത് എന്താണ്, പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ തന്നെ പ്രഖ്യാപനം ഇരിപ്പുണ്ട്. എന്താണ്, ഒന്നുകൂടി വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന്, വിഷം പിടിച്ച ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട്, വിഷമുള്ള ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഉപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്താണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അതായത് കർത്താവ് അരുളി ചെയ്യുന്നു, ഇതിന് മരണത്തിന് കാരണമാവുകയില്ല, ഫലശൂന്യതയ്ക്ക് കാരണമാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപ്പ് ഇടണത് പ്രയോഗവും മരണത്തിന് കാരണമാവുകയില്ല എന്ന് പറയുന്നത് പ്രഖ്യാപനവുമാണ്, ദൈവത്തിലുള്ള പ്രഖ്യാപനവുമാണ്. ഇതുകൊണ്ടാണ് ചില ആൾക്കാരെ പണ്ട് പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ആൾക്കാരത് ഓവറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സിഡാക്കി കളഞ്ഞത്.
പക്ഷേ എന്നാലും ഉപ്പ് ഇപ്പോഴും എഴുതുന്നുണ്ട് ആൾക്കാർ. മാവ് പൂത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെ തിരക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹോളിനും ആൾക്കാർ കൊണ്ടുപോയി ഉപ്പ് പ്രയോഗിക്കും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്കിത് തോൽവിക്ക് കാരണമാകുകയില്ല. പ്രഖ്യാപനമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ദൈവമായി, പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവമായിട്ട് നമ്മൾ അമീക്കബിൾ റിലേഷനിലേക്ക് വന്നു നമ്മൾ ദൈവമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരു ബന്ധം, സംശയമില്ലാത്ത എപ്പോഴും വരണത് ഉടമ്പടിക്ക് വേണ്ട വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം വരണം. പ്രീഡിയ, നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഈ പ്രഖ്യാപനം ഫലിക്കാത്തതിൻ്റെ കാരണം സംശയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഉപ്പൊക്കെ ഇടുകയെ, പക്ഷേ ചിലത് ഫലിക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംശയം നീക്കാൻ വേണ്ടി പ്രത്യേകം ആന്തരിക അഭിഷേകം, അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫെയ്ത്തുണ്ട്. ബൈബിളിൽ വലിയ വിശ്വാസം എന്നൊക്കെ പറയും, പക്ഷേ അനോയിൻറ്റഡ് ഫെയ്ത്താണ്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് 10% ഫെയ്ത്ത് ആയിരിക്കും. കണ്ടൻറ്റ് വൈസ് 100% ഫെയ്ത്ത് വിശ്വാസം തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകത്തില്ല. 10 ദിവസത്തിന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ പെട്ടെന്ന് കാലം നനഞ്ഞപ്പോൾ കാറ്റ് പിടിച്ചപ്പോൾ പുള്ളി താഴെ പോയില്ല, ടക്കോന്നും താഴെ പോയി. അപ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? അല്പവിശ്വാസി. അതാണ് ചോദിക്കണത്. എന്താണ് കാര്യം? സംശയിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അല്പവിശ്വാസി. മത്തായി 14:31. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പം ഈ പ്രയോഗം നടത്തുന്നവരില്ലേ, കാശുരൂപത്തിൻ്റെ ഉപ്പിൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ നടത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ അകത്ത് ആ വിശ്വാസം കണ്ടന്റ് അല്പം മാത്രമുള്ള വിശ്വാസമുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്പം മാത്രം വിശ്വാസം, ബാക്കിയുള്ളത് എന്താണ്? സംശയം. അതാണ് വിഷയം. അതാണ് അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? അപ്പോൾ വിശ്വാസമുണ്ട്, പക്ഷെ ഒരു 30% 50% വിശ്വാസമുണ്ട്. പക്ഷെ 50% എന്താ ഉള്ളത്? സംശയമാണ്. ഇന്നലെ വേറെ ഒരു ലേഡി ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യം ജിസ്മി മേരി റെജി എന്നുള്ള ഒരു മോള് സാക്ഷ്യം വെച്ചിട്ടുണ്ട്. അവളുടെ സാക്ഷ്യത്തിന് തോന്നിയിരിക്കുന്നത്, അവൾക്ക് അവൾ പഠിച്ചത് സൈക്കോളജിയാണ്. പക്ഷെ ഒരു നിമിഷം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഉടമ്പടിയിലാണ്. പക്ഷേ സൈക്കോളജിയുടെ ഉപരിപഠനം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് കോളേജൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ മേഖലയിൽ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് പോവുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പണ്ട് മുതലെയുള്ള ഇവളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു പെർപ്ലക്ഷൻ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കൊണ്ട് ഗതി പിടിക്കുമോ, എൻ്റെ കുടുംബത്തിലെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഡൗട്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവൾ തീരുമാനം എടുത്ത് പറഞ്ഞ് നേഴ്സിംഗ് മറ്റേ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഇവൾ സൈക്കോളജി എന്ന് പറഞ്ഞ് കെട്ടിച്ചാടിയ കാരണം അമ്മ പിന്നെ ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. അവൾ ഇസ്രയേലിലാണെങ്കിലും ഈ മകളുടെ പഠനത്തിൽ അവൾക്ക് അത്രയ്ക്ക് അവളുടെ ഒരു കപ്പാസിറ്റി, സൈക്കോളജിക്ക് എടുക്കുന്നവർക്ക് വേറെ ഒരു കലിബറല്ലേ, വേറെ കപ്പാസിറ്റിയാണ്. ആ ഒരു കപ്പാസിറ്റി ഇവർക്ക് ഇല്ലല്ലോ എന്ന് എന്തോ അവർക്കൊരു അസ്വസ്ഥത. പക്ഷേ ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി മകളെ എന്ന് പറഞ്ഞു. ആസ്ട്രേലിയയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ആസ്ട്രേലിയയിൽ പോകാൻ നേരത്തെ ഇവളുടെ CV മാർക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തു. പക്ഷേ ആദ്യമൊക്കെ ഇവൾ വിചാരിച്ച കോളേജിൽ കിട്ടാൻ വേണ്ടി ഇവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോളേജിൽ കിട്ടണില്ല. പക്ഷെ പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രെയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ്ട്രേലിയയിൽ നിന്ന് ഇവൾ പറഞ്ഞ കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് അത് ഓക്കെ ആയി. പിന്നെ ബാങ്ക് ലോണും ഒക്കെ ഓക്കെ ആയി. പെട്ടെന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പറയണ, അത് എൻ്റെ നല്ല മാർക്കാണ്. അപ്പോൾ എനിക്കെൻ്റെ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ കളം മാറി. അങ്ങനെയാണല്ലോ ഈ പല ആൾക്കാർക്കും സംഭവിക്കുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ യേശുവേ സ്വസ്ത്രം സൂത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ അടിമനസ്സിൽ ഇവർ പറയും ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. ഇവർക്ക് അങ്ങനെ സംഭവിച്ചിരുന്നില്ല. ആരാണത്? അവളുടെ അതായത് ജുസ്മേരിക്ക് എന്താ പറയണത്? ഓ ഇത് എൻ്റെ മാർക്ക് ഹൈ മാർക്കല്ലേ, എബവ് 90 മാർക്കുണ്ട്, എബവ് 90% മാർക്കുണ്ട്. അപ്പോൾ എൻ്റെ മാർക്ക് കണ്ടിട്ട് അവർ മലന്ന് പോയി കാണും, അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി? ദൈവം ചെയ്ത് ദൈവം ഞൊട്ടി. കണ്ട സംഭവം കണ്ട? അപ്പോൾ ഇങ്ങനെ ഉള്ളിലിരിപ്പ് ചില ആൾക്കാർക്കുണ്ട്. ഉള്ളിലിരിപ്പ് നിങ്ങൾ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അപ്പം നിങ്ങൾക്ക് ചെറുക്കനെ കിട്ടിയ ഒരു കല്യാണ പെണ്ണിനെ കിട്ടിയ അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താ കാര്യം? പിന്നെ ഈ പേപ്പർ ഡീഡ്ക്ക് ദൈവം വഴി മഷിയിട്ടൊക്കെ കാണത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം നീ എന്ത് അഭ്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന്. മനസ്സിലായി? ഇത് ഈ ഉടമ്പടിയിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത്. നിങ്ങളെ ഒരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ ലക്ഷണം മാറി, പഴയ കുറുക്കനായി വരും. ആദ്യം കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, നീലച്ചായത്ത് വീണാണേ. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല. അതുപോലെ എന്തെങ്കിലും പ്രയാസം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും, കളം മാറ്റി പിടിക്കും. എന്താണ്? ഓ അതിൻ്റെ മാർക്ക് കൊണ്ട് ആണ് ജയിച്ചതെന്ന് പറയും. അതോടുകൂടി പ്രശ്നമായി. എന്താ? അതിനാണ് ഈ അല്പവിശ്വാസം എന്ന് പറയണത്. എന്താ കാര്യം? വിശ്വാസം ഉണ്ട്, പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് പേഴ്സണുണ്ട്. നീ പുറമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥനയെന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും. എന്താ ചിന്തിക്കണത്? എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല, എങ്ങനെയുണ്ട് പരിപാടി, എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവത്തിന് പിടികൊടുത്തു. ഒന്നാമത്തെ ലോക ഇഡിയറ്റാണ് നീ. ബസ് സ്റ്റാൻഡെന്ന് വിളിക്കാത്തത് ബലിപീഠമായതുകൊണ്ടാണ് വിളിക്കാത്തത്. എന്നുവെച്ചാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലോക ഇഡിയറ്റാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരാ വല്ലതൊക്കെ വായി നോക്കിക്കളാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ കളം മാറി ചവിട്ടും. അതെൻ്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ പ്രാർത്ഥന, നിൻ്റെ കഴിവില്ലേ, നിനക്ക് ഇത്രയും മാർക്ക് ആർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഫ്ലാറ്റാവും അതോടുകൂടി. പക്ഷേ ഇവള് ഇങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിൽ അപ്പം ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരത്തെ കണ്ട്. അപ്പോൾ പറഞ്ഞു, എടി നീ നിൻ്റെ കാര്യം എന്തായി? എനിക്ക് അസ്റ്റലി ഇന്ന കോളേജിൽ കിട്ടി. അയ്യോ കിട്ടിയാ? എങ്ങനെ കിട്ടി? എപ്പോൾ കിട്ടി? ഇന്നലെ കിട്ടി. ഇന്നലെ കിട്ടിയാ? ഇന്നലെ കിട്ടി? എന്താണ്? ഇല്ല കിട്ടിയില്ല എനിക്ക് കിട്ടിയല്ല. അത് പേപ്പർ കാണിച്ച്. അപ്പോൾ ഇവർ തലക്കൈ വെക്കണം. എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ആ കോളേജിൽ. ഇവർക്ക് പണി കിട്ടണ വരെ കണ്ടില്ലേ? ദൈവം വിടത്തില്ല, നിന്നെ പുറകെ നടക്കുകയാണ് ഈ പിശാചിൻ്റെ പുറകെ. എന്താ കാര്യം? നീ നിൻ്റെ കഴിവ് കൊണ്ടാണ്, മാർക്ക് കിട്ടിയത് കൊണ്ടാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോൾ ഇനി നിന്നെ കറക്റ്റ് കാര്യം പറഞ്ഞു തരേണ്ട ദൈവത്തിന് ചുമതലയല്ലേ? അപ്പോൾ ഒരു കൂട്ടുകാരത്തെ വിട്ടിരിക്കുകയാണ്. കൂട്ടുകാരത്തെ വിട്ടിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് പൂർത്തിയതാണ്, അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ്. പിന്നെ നേക്ക് ഇന്നലെ കിട്ടി. അപ്പോഴാണ് ഇവർക്ക് വിഷമമായി, അനുതാപമായത്. ആ അനുതാപം എന്നെ വഴി കണ്ടില്ലേ? അനുതാപം അനുഭവത്തിൻ്റെ വരത്തുള്ളൂ. അപ്പോൾ അനുതാപം വന്നു. അപ്പോൾ അവൾ സോറി പറഞ്ഞു. അപ്പം സാക്ഷ്യം ഉടനെ പറഞ്ഞു. സാക്ഷ്യം പറയരുതെന്നും പറഞ്ഞാൽ ഉടമ്പടി എടുത്തത്. പക്ഷേ ഇപ്പോൾ അവൾ സാക്ഷ്യം പറഞ്ഞു. എന്താ കാര്യം? അനുഭവം അത്തരമാണ്. കാര്യം എന്താണ്? ക്ലോസായി പോയ അഡ്മിഷന് ഇവക്ക് വേണ്ടി മാത്രം മാതാവ് പുതിയ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, കുറവുകൾ നോക്കാതെ ഉടമ്പടി വഴി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സംശയത്തിൻ്റെ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. എപ്പോഴും സംശയം, അതായത് നമ്മളുടെ സംശയം വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ കളം മാറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് ഈ സംഭവം കൊണ്ടുവരികയും ചെയ്യണത്. ദൈവം ഒരിക്കലും ഇങ്ങനെ നൽകിയ അനുഗ്രഹം എപ്പോഴും നോട്ട് ബൈ മെറിറ്റിലേക്ക് നൽകണത്. അതാണ് പ്രശ്നം. ഈ സംശയം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവം തരണത്. ദൈവം അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ട് അവർക്ക് തരണത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കെതിരായ പാപമായിട്ട് മാറും അത്.
പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലെ പറഞ്ഞ പോലെ ഉടമ്പടിക്കെതിരായ ചില അച്ഛന്മാർ ചോദിക്കും, ഉടമ്പടിക്കെതിരായ പാപങ്ങളോ? എന്നാ ഉടമ്പടി? ആരുടമ്പടി എടുത്തു? എന്ത് പാപം എന്നൊക്കെ ചോദിക്കും. അച്ഛന്മാർ ഇവരൊക്കെ അറിയാൻ മേലാതെ പറയണതാണ്. ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംശയങ്ങൾ വരികയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റുകയും അതേസമയം തന്നെ നിനക്ക് നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്കൊരു ആനുകൂല്യം കിട്ടിയിട്ട് പിന്നീട് കളം മാറ്റി ചവിട്ടി അത് നിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിക്കെതിരായ പാപമായി മാറും. അങ്ങനെ ഉടമ്പടിക്കെതിരായ പാപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ്. കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജോസഫച്ചനോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്ത ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ മേലെ തുടർ നടപടികൾ ഉണ്ടാകണം. നിങ്ങൾ വിശുദ്ധി ജീവിക്കണം, അനുതാപത്തോടെ ജീവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. എല്ലാവരും നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന തിരുവചന വെളിപാടിലൂടെ ഈശോയെ നിന്നിൽ മാത്രം ആശ്രയം വെച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആദ്യമായി തന്നെ അഭിഷേകത്തോടെ അച്ഛൻ പറയുന്നത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗ്യ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. സന്ധിബന്ധങ്ങളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. മാംസപേശികളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. എല്ലാ കോശങ്ങളും യേശുവിന്റെ നാമത്തില് തുള്ളിച്ചാടട്ടെ. എല്ലാ കോശങ്ങളും ഹല്ലേലൂയ പാടി യേശുവിന്റെ നാമത്തിൽ തുടിച്ചു ചാടട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, യേശുവിന്റെ നാമത്തില് തീരാവേദികള്, യേശുവിന്റെ നാമത്തിൽ മഹാരോഗങ്ങള്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്,
ജപ്തി നടപടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് അവലാതിയും വേവലാതിയും ഉള്ളവർ, കുഞ്ഞുങ്ങളുടെ ദുർഘടമായ ദുരന്തപൂർണമായ ചില ബന്ധങ്ങളും ചില അവസ്ഥകളും കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കുന്നവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരും, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഇതുപോലെ വിദേശപരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും മറ്റു തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, ഉദ്യമങ്ങൾ പരാജയപ്പെട്ടതിനും നിരാശകളും നീറ്റലുമായി അനുഭവിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾ, പലതരത്തിലുള്ള കേസുകൾ, കോടതികൾ, ജയിലിൽ കിടക്കുന്നവർ പോരും. ഈ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരുണ, പരിശുദ്ധ കൃപാസന ആൾത്താറ്, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തി, ദൈവനാമത്തെ കടന്നു ചെന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഇടിമുഴക്കം പോലെ അവിടെ എല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ, ജീവ ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള്, മാർഗ തടസ്സങ്ങള് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. മഹത്വം